അകത്തേക്ക് നോക്കിയ ഗൗരി കാണുന്നത് അവന് പിന്നിലായി നിൽക്കുന്ന ശ്രുതിയെയാണ്. ആ കാഴ്ച കൂടി കണ്ടതോടെ അവളുടെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ് സത്യം. എന്തായിരുന്നു ഇവിടെ? എത്ര നേരമായി ഞാൻ പുറത്തുനിന്ന് വിളിക്കുന്നു. സഞ്ജുവിന് ഡോറ് തുറക്കാൻ താമസം എന്താണ്? അല്പം ദേഷ്യത്തോടെ, അതിലുപരി അവകാശത്തോടെ അവനോട് അവൾ ചോദിച്ചപ്പോൾ ആ ചോദ്യം ശ്രുതിക്കും അതേപോലെ തന്നെ സഞ്ജയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ഇവളെ എന്തിനാ ബെഡ്റൂമിൽ കയറ്റിയിരുത്തിയിരിക്കുന്നത്? ദേഷ്യത്തോടെ അവൾക്ക് നേരെ നിന്നുകൊണ്ട് ഗൗരി ചോദിച്ചു. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? വളരെ ശാന്തമായി എന്നാൽ അങ്ങേയറ്റം ഗൗരവത്തോടെ സഞ്ജയ് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. മുഖത്തടി കിട്ടിയതുപോലെ തോന്നി അവൾക്ക്. എങ്കിലും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ഞാൻ വീട്ടിൽ ആരാണെന്ന് സഞ്ജുവിന് ഇനി പ്രത്യേകം പറഞ്ഞു തരണോ? എന്താണെങ്കിലും ഇവളെക്കാളും റൈറ്റ് ഈ വീട്ടിലെ എനിക്കുണ്ട്. സഞ്ജുവിൻ്റെ വെറുമൊരു സെക്രട്ടറി ആയിട്ടുള്ള ഇവളെ എന്തിനാണ് ഇവിടെ ഈ ബെഡ്റൂമിൽ ഇരുത്തുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പല കാര്യങ്ങളും കാണും, അതൊന്നും ഗൗരിയെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ശ്രുതി ചെല്ല്. അവൻ പറഞ്ഞപ്പോൾ തലയാട്ടി സമ്മതിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ശ്രുതിയുടെ കയ്യിൽ പിടിച്ചു നിർത്തിയിരുന്നു ഗൗരി. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഇവിടെ സഞ്ജു മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട കുറേ ആളുകളുണ്ട്. അവരൊക്കെ അറിയണമല്ലോ ഇവിടെ മുറി അടിച്ചിരുന്ന് എന്തായിരുന്നു പരിപാടിയെന്ന്. ഇടയ്ക്കിടെ ഗൗരിയെ കൈവിടുവിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ശ്രുതിയെങ്കിലും ദേഷ്യത്തോടെ തന്നെ ഗൗരി അവളുടെ കയ്യിൽ പിടിക്കുകയാണ്. കൈയെടുത്തേ ഗൗരി, അല്പം ഗൗരവത്തോടെ തന്നെ സഞ്ജയ് പറഞ്ഞു. അവളുടെ കയ്യിൽ ഞാനൊന്ന് പിടിച്ചപ്പോൾ സഞ്ജുവിന് പൊള്ളിയോ? അതെന്താ അവളുടെ കയ്യിൽ പിടിക്കുമ്പോൾ മാത്രം സഞ്ജുവിന് ഇത്ര വിഷമം? നീ കൈയെടുത്തേ. കൈയെടുക്കുന്നില്ല, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കട്ടെ. കുറച്ചുകൂടി അവളെ അമർത്തി പിടിച്ചിരുന്നു ഗൗരി. അത് കണ്ടതും സഞ്ജുവിന് വല്ലാത്ത ദേഷ്യം തോന്നി. അവൻ്റെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടു പോയിരുന്നു. അവൻ ആ നിമിഷം കൈവലിച്ച് ഗൗരിയുടെ മുഖത്തേക്ക് അടിച്ചു. ഒരു നിമിഷം ഗൗരിയും ഞെട്ടിപ്പോയിരുന്നു. സഞ്ജയിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി അവളും പ്രതീക്ഷിച്ചിരുന്നില്ല. താൻ അവനെ തിരക്കി വന്നത് കാരണമാണല്ലോ ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടായതെന്നുള്ള വേദനയിലായിരുന്നു ശ്രുതി നിറഞ്ഞു നിന്നത്. ഏതോ ഒരുത്തിക്ക് വേണ്ടി സഞ്ജു എന്നെ അടിച്ചു അല്ലേ? ഇവൾക്കാണോ എനിക്കാണ് ഈ വീട്ടിൽ കൂടുതൽ അവകാശമുള്ളതെന്ന് എനിക്കിപ്പോൾ അറിയണം. അത് പറഞ്ഞ് ദേഷ്യത്തോടെ ഗൗരി താഴേക്ക് ഇറങ്ങിപ്പോയിരുന്നു. മുകളിലെ ശബ്ദമെല്ലാം കേട്ട് മുകളിലേക്ക് കയറാൻ സാധിക്കാതെ ഇരിക്കുകയായിരുന്നു മല്ലിക. ഗൗരി, എന്താ അവിടെ? അമ്മായി, എനിക്കറിയണം, എനിക്കാണോ അതോ മോളിൽ കയറി ഇരിക്കുന്നവൾക്കാണോ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത്? ഉറഞ്ഞുതുള്ളി ഗൗരി ചോദിച്ചു. നീ എന്തൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് മുകളിൽ നടന്നതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവാതെ ഇരിക്കുമായിരുന്നു ഞാൻ. മല്ലിക പറഞ്ഞു. ഞാൻ മുകളിൽ ചെന്നിട്ട് അരമണിക്കൂർ കൂടുതലായി, എന്നിട്ടും സഞ്ജു വാതിൽ തുറക്കുന്നില്ല. അകത്താണെങ്കിൽ ചിരിയുമൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ വാതിൽ മുട്ടി. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഡോറ് തുറന്നത്. ഞാൻ നോക്കുമ്പോൾ അവൾ സഞ്ജുവിൻ്റെ ബെഡ്റൂമിനകത്ത് നിൽക്കുകയാണ്. ഓഫീസ് കാര്യം പറയാനാണെങ്കിൽ ഡോർ ലോക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇക്കാര്യം ഞാൻ ചോദിച്ചപ്പോൾ സഞ്ജുവിന് ഇഷ്ടപ്പെട്ടില്ല. അവൾ ഒരു കള്ളിയെ പോലെ ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ കൈപ്പിടിച്ച് അവിടെ നിർത്തി. അതും സഞ്ജുവിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവളുടെ കയ്യിൽ ഒന്ന് പിടിച്ചതിന് സഞ്ജു എന്നെ തല്ലി. എനിക്കറിയണോ അമ്മായി, എനിക്കാണോ അവൾക്കാണോ ഇവിടെ അധികാരമുള്ളതെന്ന്? ഗൗരി ഇത്രയും പറഞ്ഞപ്പോഴേക്ക് മുകളിൽ നിന്നും സഞ്ജുവും അവൻ്റെ പുറകിലായി ശ്രുതിയും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ശ്രുതിയാകെ പേടിച്ച് മട്ടുണ്ട് മല്ലിക നോക്കുമ്പോൾ. അവൾ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്ത് സഞ്ജു ഗൗരി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അമ്മായിക്ക് മനസ്സിലായില്ലേ? ദേഷ്യത്തോടെ മല്ലികയുടെ മുഖത്തേക്ക് നോക്കി ഗൗരി ചോദിച്ചു. ഞാനും ശ്രുതിയും ഓഫീസിലെ ഒരു അർജന്റ് മാറ്റർ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതിനുവേണ്ടി ഡോർ ലോക്ക് ചെയ്തത്. ബാക്കിയൊക്കെ ഗൗരി പറഞ്ഞ് അമ്മ അറിഞ്ഞു കാണുമല്ലോ. എന്താ ഗൗരി ഇത്? നീ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ ആയാലോ? അവൻ്റെ തിരക്കോ ഓഫീസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ? എന്തോ ഒരു അത്യാവശ്യം ഉണ്ടായിട്ട് ആ കുട്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് തന്നെ, അതും അവന് തീരെ വയ്യാതിരിക്കുന്ന ഈ സമയത്തും. അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട കാര്യമായിരിക്കുമെന്ന് നിനക്ക് ഊഹിച്ചൂടെ? ദേഷ്യത്തോടെ മല്ലിക പറഞ്ഞു. ഓഹോ, അവളിങ്ങോട്ട് തേടി വന്നതാണ്. നിനക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേടി? ദേഷ്യത്തോടെ അവൾക്ക് നേരെ നീങ്ങി നിന്നുകൊണ്ട് ഗൗരി പറഞ്ഞു. ഗൗരി, ഇനിയൊരു വാക്കെങ്കിലും അവളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ ഒരിക്കൽ കൂടി എൻ്റെ കയ്യിൻ്റെ ചൂടറിയും. ദേഷ്യത്തോടെ സഞ്ജയ് പറഞ്ഞു. ഞാൻ ഏതായാലും കൈയുടെ ചൂട് മാത്രമല്ല അറിഞ്ഞിട്ടുള്ളൂ, ഇവൾ ശരീരത്തിൻ്റെ മുഴുവൻ ചൂടും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ദേഷ്യത്തോടെ ഗൗരി പറഞ്ഞപ്പോൾ ശ്രുതി ആ നിമിഷം തന്നെ തളർന്നു വീണിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിരുന്നു. അത്രത്തോളം അപമാനമായാണ് അവൾക്ക് തോന്നിയത്. ഗൗരി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഇത്തവണ അവളെ വഴക്ക് പറഞ്ഞത് മല്ലികയായിരുന്നു. നിനക്കെന്താ ഗൗരി അറിയേണ്ടത്? ഇവൾ എൻ്റെ ആരാണെന്നോ അതോ ഞാനും അവളും കൂടി ആ മുറിക്കകത്ത് എന്താ നടന്നതെന്നോ? നീ ഊഹിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ശരിയാ.
ശ്രുതി എൻ്റെ പ്രാണനാണ്. ഇന്ന് ഞാൻ സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഒരേ ഒരു കാരണം അവൾ മാത്രമാണ്. എൻ്റെ ഭാവിയിലേക്കുള്ള പ്രതീക്ഷ. നീ പറഞ്ഞതുപോലെ എന്നെ അടിമുടി അറിഞ്ഞിട്ടുള്ളവൾ. പക്ഷേ നീ പറഞ്ഞ വൃത്തികെട്ട അർത്ഥത്തിലല്ല. ഞാൻ പറയാതെ പോലും എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. നീ പറഞ്ഞതൊക്കെ ശരിയാ. എന്നെ കാണാൻ വേണ്ടി തന്നെയാ അവൾ ഇങ്ങോട്ട് വന്നത്. എന്നെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഞാനിന്ന് എന്തിനേക്കാളും ഏതിനേക്കാളും വലുതായി സ്നേഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും ശ്രുതിയെ മാത്രമാണ്, എൻ്റെ പെണ്ണ്. ഈ സഞ്ജയ് ജീവിതത്തിൽ ആദ്യമായും അവസാനമായും പ്രണയിച്ചിട്ടുള്ള ഒരേ ഒരാൾ. ഇത്തവണ സഞ്ജയുടെ വെളിപ്പെടുത്തൽ ശ്രുതി അടക്കം എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു. ഇനി ഇക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. അമ്മ ക്ഷമിക്കണം. അമ്മയോടിത് പറയണമെന്ന് ഞാൻ കരുതിയതാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ പറയാൻ വേണ്ടിയല്ല ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശ്രുതി ഇവിടെ മോശക്കാരിയായി പോകും. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇക്കാര്യം പറഞ്ഞത്. അവൻ്റെ വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ മല്ലികയ്ക്ക് കഴിയുന്നിരുന്നില്ല. ഗൗരി സഞ്ജയ് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നന്നായി അവൾക്കറിയാം. എന്നാൽ സഞ്ജയ്ക്ക് ഇഷ്ടമല്ല എന്ന് പലതവണ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴും ഒരുതരം ഭ്രാന്തമായ രീതിയിലാണ് അവൾ ഇടപെട്ടത് മുഴുവൻ. സഹോദരൻ്റെ മകളായതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ അവളെ വേദനിപ്പിക്കാൻ അവരുടെ മനസ്സും അനുവദിച്ചിരുന്നില്ല എന്നതാണ് സത്യം. സഞ്ജയ് ഒരിക്കലും ഗൗരിയെ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് തൻ്റെ സഹോദരനോട് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. പതിയെ മകളെ മറിഞ്ഞ് മനസ്സിലാക്കണം എന്ന് സഹോദരനോട് ആവശ്യപ്പെട്ടെങ്കിലും അയാൾ ഒരിക്കലും അതിന് മുതിർന്നിട്ടില്ലെന്ന് മറ്റാരേക്കാളും നന്നായി മല്ലികയ്ക്ക് അറിയാം. സഞ്ജയ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് കേട്ടപ്പോഴാണ് ചിന്തകളിൽ നിന്നും മല്ലിക തിരികെ വന്നത്. കേട്ടല്ലോ അമ്മായി, ഞാൻ വെറുതെ പറഞ്ഞതല്ലെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും കാലം പെണ്ണുങ്ങളെ ഒന്നും ഇഷ്ടമല്ലാത്ത സഞ്ജയ് അവളെ അവിടെ ജോലിക്ക് ഇരുത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ വേറെന്തോ ബന്ധമാണെന്ന്. ഇത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയ ബന്ധമല്ലെന്ന് തോന്നുന്നു. കുറെ കാലങ്ങളായിട്ട് രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തില്ല. അതുകൊണ്ടല്ലേ ഈ കമ്പനിയിലേക്ക് അവളെ തിരികെ കയറ്റിയത്, ഗൗരി ഉശിരോടെ പറഞ്ഞു. അതെന്തെങ്കിലും ആവട്ടെ ഗൗരി, നീ എന്തിനാ അതിങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവൻ എപ്പോഴെങ്കിലും നിന്നോട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നീയും നിന്റെ അച്ഛനും കൂടി എല്ലാം തീരുമാനിച്ചു. നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അവൻ ഒരിക്കലും നിന്നെ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ നിന്റെ വിവാഹത്തിന് മുൻപ് തന്നെ സഞ്ജയും നീയും തമ്മിലുള്ള വിവാഹം നടന്നേനെ. അവന് വിവാഹപ്രായമായപ്പോൾ തന്നെ നിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോഴും അവൻ പറഞ്ഞത് നിന്നെ ഒരു സഹോദരിയായിട്ട് മാത്രമേ അവനെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അവനെ മനസ്സിൽ വെക്കേണ്ടെന്ന്. എന്നിട്ടും വിവാഹമോചനം കഴിഞ്ഞ് പിന്നാലെ തന്നെ നീ വന്നു. അവനും ജീവിതത്തിലെ മോശം അവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ട് ഞാൻ അതിനെ എതിർക്കാതിരുന്നത്. കാരണം അവൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാണ് നടന്നത്. നിന്നെ അവൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. രണ്ടാമത് മറ്റൊരു വിവാഹം ചെയ്തിട്ട് പോലും നിന്റെ പേര് അവൻ പറഞ്ഞില്ല. നിന്നെ ഒഴിച്ച് മറ്റാരെ കണ്ടുപിടിച്ചാലും സമ്മതമാണെന്നാണ് എന്നോട് അവൻ പറഞ്ഞത്. പിന്നെയും എന്തിനാ നീ ആവശ്യമില്ലാത്ത ആശകൾ മനസ്സിൽ താലോലിച്ചത്? അതുകൊണ്ടിപ്പോൾ നിനക്ക് ഇങ്ങനെ വിഷമിക്കേണ്ടി വന്നത്? അലിവോടെ അവളെ തടുകി അവർ ചോദിച്ചു. ഓഹോ, അമ്മായി ഇപ്പോൾ പറയുന്നതൊക്കെ എൻ്റെ കുറ്റമാണെന്നാണല്ലേ? സഞ്ജുവിനെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചത് കൊണ്ടല്ലേ? മോളെ, ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അത് മനസ്സിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. 2 വിവാഹം കഴിച്ച് സഞ്ജയ് കല്യാണം കഴിക്കാൻ ഇവൾ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? സഞ്ജു എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാകും. ഇല്ലാതെ ഒരിക്കലും ഇത്രയും ആത്മവിശ്വാസത്തോടെ അവൻ എന്നോട് സംസാരിക്കില്ല. മാത്രമല്ല സഞ്ജുവിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു കാര്യങ്ങളും അവൻ മറച്ചു വെക്കുകയും ചെയ്യാറില്ല. അപ്പോൾ തന്നെ അമ്മായിക്ക് ഊഹിച്ചൂടെ അവളുടെ ഉദ്ദേശം സഞ്ജുവല്ല, സഞ്ജുവിൻ്റെ സ്വത്തൊക്കെയാണെന്ന്? അത് മനസ്സിലാക്കണം. സഞ്ജുവിനെ തന്നെയാണോ അവൾ ഇഷ്ടപ്പെടുന്നതെന്നും എനിക്കും അറിയണം. നീ പറഞ്ഞതുപോലെ അവൾ ഇഷ്ടപ്പെടുന്നത് ഈ സ്വത്തും സുഖസൗകര്യങ്ങളുമാണെങ്കിൽ ഈ വിവാഹം നടന്ന എൻ്റെ കുഞ്ഞിന് സമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല. അതല്ല, ആത്മാർത്ഥമായി അവനെ അവൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കാൻ മുൻപിൽ നിൽക്കുന്നത് ഞാനായിരിക്കും. അവൻ തിരികെ വരട്ടെ, അതിനുശേഷം വിശദമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കണം. അത്രയും പറഞ്ഞു മല്ലിക അകത്തേക്ക് പോയപ്പോൾ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഗൗരി. എന്ത് വില കൊടുത്തും ഈ വിവാഹം തടയുമെന്ന് സഞ്ജുവിനെയും ശ്രുതിയെയും തമ്മിൽ അകറ്റുമെന്നും അവൾ ഒരു തീരുമാനമെടുത്തിരുന്നു. തിരികെയുള്ള യാത്രയിൽ 2 പേരും മൗനത്തിലായിരുന്നു. എന്തു പറയണമെന്ന് 2 പേർക്കും അറിയില്ല. ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ചത് ശ്രുതിയാണ്. ഞാൻ കാരണം വലിയ പ്രശ്നം ഉണ്ടായി അല്ലേ? എന്താണെങ്കിലും ഇക്കാര്യം എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. രണ്ടും കൽപ്പിച്ച് ഇക്കാര്യം വീട്ടിൽ പറഞ്ഞാലോ എന്ന് ഓർത്തതാണ്. സഞ്ജു പറഞ്ഞു. ഞാനും വീട്ടിൽ പറയട്ടെ? താനായിട്ട് പറയണ്ട, ഞാൻ വരാം. ഞാൻ വന്ന് തൻ്റെ അമ്മയോട് സംസാരിക്കാം. പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ സംസാരിക്കാം.
പക്ഷേ ശ്രുതി, എനിക്കിപ്പോഴും ധൈര്യം വരുന്നില്ല തന്നെ ജീവിതത്തിലേക്ക് കൂട്ടാൻ. ഒഴിഞ്ഞുപോയ നിമിഷങ്ങളൊക്കെ ഓർമ്മിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുക. ഞാൻ മരിച്ചു പോകുന്നതാണോ സാറിൻ്റെ ഭയം? അവൾ അത് ചോദിച്ചപ്പോൾ തന്നെ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിന്നിരുന്നു. അങ്ങനെ ഒരു വാക്കുപോലും അവന് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. താൻ അങ്ങനെ വെറുതെ പോലും പറയില്ലേ? എനിക്കത് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ. ഇനി മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമില്ല. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം സാറിൻ്റെ ഭാര്യയായി, ആ കൈകൊണ്ട് കെട്ടുന്ന താലിയുടെ അവകാശിയായി ജീവിച്ചിട്ട് മരിച്ചാലും എനിക്ക് സന്തോഷമാണ്. എങ്കിൽ അടുത്ത നിമിഷം തന്നെ ഞാനും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയും. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഇടതടവില്ലാതെ ആ കണ്ണുകൾ ഒഴുകുന്നത് കണ്ട് അവൾക്കും വേദന തോന്നിയിരുന്നു. അവൾ ആ കണ്ണുനീർ തുടച്ചപ്പോൾ അവൻ സ്വയം മറന്ന് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. താനില്ലാതെ എനിക്കൊരു നിമിഷം പോലും പറ്റില്ല. വിവാഹം കൊണ്ട് വിധി നമ്മെ ഒരുമിച്ച് ചേർക്കുമോ അകറ്റി നിർത്തുമോ എന്നെനിക്കറിയില്ല. സത്യമായിട്ടും നാദസ്വരവും കതർ മണ്ഡപവും നിറവറയുമൊക്കെ എനിക്ക് പേടി സ്വപ്നങ്ങളാണ്. ഇനിയൊരു പരീക്ഷണത്തിൽ നിന്ന് കൊടുക്കാൻ എനിക്ക് ധൈര്യവുമില്ല. പക്ഷേ തന്നെ എനിക്ക് ഉപേക്ഷിക്കാനും വയ്യല്ലോ. താൻ എൻ്റെ പ്രാണനിലല്ലേ ചേക്കേറിയത്. എൻ്റെ ശ്വാസത്തിൻ്റെ താളം പോലും തന്നില്ല. ഏറെ അരുമയായി അവളുടെ മൂർത്താവിൽ അവൻ ചുംബിച്ചിരുന്നു. ആ ചുംബനം ഏറ്റുവാങ്ങിയവൾ കണ്ണുകളടച്ച് ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയതുപോലെ. അവളുടെ വീടിൻ്റെ അരികിലായി അവൻ വണ്ടി നിർത്തി. എന്നെ കണ്ട തൻ്റെ അമ്മയ്ക്ക് ടെൻഷനാവും. വെറുതെ എന്തിനാ മറ്റുള്ളവരുടെ സമാധാനം കളയുന്നത്? അന്ന് നമ്മൾ 2 ദിവസം ലേറ്റായിട്ട് വന്നതിന് ശേഷം അമ്മയ്ക്ക് എന്നോട് എന്തോ ഇഷ്ടക്കുറവ്. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ സൂക്ഷിക്കണം. വയ്യാണ്ടിരിക്കുവല്ലേ. മരുന്ന് കഴിക്കാൻ മറക്കരുത്. ഫോൺ വിളിക്കണേ. വിളിക്കാതിരുന്ന എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. അതറിയാതെ സംഭവിച്ചു പോയതാ. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ ഫോൺ ഓണാക്കി വെച്ചേക്കാം. അവൻ അവളെ ആശ്വസിപ്പിച്ചു. സാറ് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അഥവാ. എന്തോ പറഞ്ഞു നിർത്തിയവളെ അവൻ സൂക്ഷിച്ചു നോക്കി. അഥവാ? അവൻ ചോദിച്ചു. നമ്മുടെ കാര്യം വീട്ടിൽ വല്ലതും പ്രശ്നമായ സാറ് വീണ്ടും എന്നോട് പഴയ പോലെ അകലം കാണിക്കില്ലേ? ആദിയോടെ അവൾ ചോദിച്ചു. ഇല്ല, അങ്ങനെ ഒരു ടെൻഷൻ തനിക്ക് വേണ്ട. ഇനി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ 2 പേരും ഒരുമിച്ചുണ്ടാകും. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമുക്കൊന്നിച്ച് ഫേസ് ചെയ്യാം. അന്ന് ഞാൻ തന്നോട് അകലം കാണിക്കാൻ എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു എൻ്റെ മുന്നിൽ. ഒന്ന്, എൻ്റെ കഥകളൊക്കെ അറിയുമ്പോൾ ആ തോന്നിയ ഇഷ്ടമല്ലെങ്കിലോ എന്നുള്ളൊരു ചിന്ത. പിന്നെ തനിക്കെന്നോട് ശരിക്കും ഇഷ്ടമാണോ എന്നുള്ള സംശയം. അങ്ങനെ കാരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല. തെളിഞ്ഞ വെള്ളം പോലെ എല്ലാ കാര്യങ്ങളും ശുദ്ധമാണ്. തൻ്റെ മനസ്സും എനിക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ ഇനി ഞാൻ തന്നോടൊരകലം കാണിക്കുന്നത്? താൻ വിചാരിക്കുന്നത് പോലെ പ്രശ്നങ്ങളൊന്നും എൻ്റെ വീട്ടിലുണ്ടാവാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊരു ജീവിതം ഉണ്ടായിക്കാണാൻ. അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാനിതിങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണും. പ്രത്യേകിച്ച് അമ്മയ്ക്ക് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ് ഗൗരിയും ഗൗരിയുടെ അച്ഛനും. ഗൗരിയുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ പണ്ട് മുതലേ അമ്മ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ എൻ്റെ മനസ്സ് വേദനിച്ചാൽ അത് അമ്മയ്ക്ക് സഹിക്കാനും പറ്റില്ല. തന്നെ പറ്റി അമ്മയോടൊരിക്കലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയാനായിരുന്നില്ല ഞാനും ആഗ്രഹിച്ചത്. പക്ഷേ ഈ അവസ്ഥയിലായിപ്പോയി. എൻ്റെ അമ്മ ഇനി താനുമായിട്ടൊരു ബന്ധവും ഉണ്ടാവരുതെന്ന് കട്ടായം പറയുകയോ എന്നെ പിടിച്ച് പൂട്ടിയിടുകയോ ഒന്നും ചെയ്യില്ല. എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുള്ള അവകാശം എനിക്ക് തന്നെയാണ്. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അവൾ ആശ്വാസത്തോടെ മറുപടി പറഞ്ഞു. ഒരു കാര്യം ഞാൻ വീണ്ടും തന്നോട് പറയുക. തനിക്ക് എന്നേക്കാൾ നല്ലൊരു പങ്കാളിയെ കിട്ടും. അത്രയും ക്വാളിറ്റി ഉള്ള ആളാണ് താൻ. നമ്മൾ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. 10-12 വയസ്സ് വ്യത്യാസം. പിന്നെ 2 വിവാഹം കഴിച്ച ഒരാൾ. അവസാനമായി അവളെ ഒന്നുകൂടെ പിന്തിരിപ്പിക്കാൻ നോക്കി അവൻ. ഇനി ഈ കാര്യം പറയില്ലേ സഞ്ജുവേട്ട? ഇനി ഈ കാര്യം പറയാതിരിക്കാൻ വേണ്ടിയാണ് സാർ എന്നുള്ള വിളി ഞാനിപ്പോൾ ഒഴിവാക്കിയത്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ഇതിലും വലിയൊരു ക്വാളിറ്റി ഉള്ള ആൾ എനിക്ക് വേണ്ട. എനിക്കിഷ്ടവും ആരാധനയും തോന്നിയത് ഈ മനസ്സിനോടാണ്. എനിക്ക് കരുതലും സംരക്ഷണവും തന്ന ആ കൈകളോടാണ്. എന്നും ആ കൈകളുടെ സംരക്ഷണം എനിക്ക് വേണം. മറ്റൊന്നും എനിക്ക് വേണ്ട. അലിവോടെ അവൻ അവളുടെ കവിളിലൊന്ന് തഴുകി. ഏറെ സ്നേഹത്തോടെ അവർ യാത്ര പറഞ്ഞു. വീട്ടിലെത്തിയതും മല്ലിക സഞ്ജുവിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്തു പറഞ്ഞ് അവരോട് സംസാരിക്കുമെന്ന് അവനും ഒരു രൂപമുണ്ടായിരുന്നില്ല. താനേറെ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെക്കുറിച്ച് അമ്മയോട് ആദ്യമായി പറയാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ സംഭവിച്ചത് അതൊന്നുമല്ല.
എങ്കിലും അവൻ ഒന്നും മിണ്ടാതെ മല്ലികയുടെ മടിയിൽ കിടന്നു. യാതൊരു പരിഭവങ്ങളുമില്ലാതെ അവർ തൻ്റെ കൈകൾ അവൻ്റെ ശിരസിലൂടെ ഒഴുകി. അമ്മയോട് എന്താ പറയാൻ വൈകിയത്? അമ്മ എതിർക്കുമെന്ന് കരുതിയോ? അല്ലമ്മ, പറയാനിരിക്കുമായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അമ്മയോട് പറയുകയായിരുന്നു. അമ്മയോട് തന്നെ പറയണം എന്നാണ് ആദ്യം കരുതിയത്. അതിനിടയിൽ ഗൗരി വന്ന് ഇങ്ങനൊരു സീനുണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോറി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരിക്കലും ഇങ്ങനെ അമ്മയോട് പറയണമെന്നല്ല ആഗ്രഹിച്ചത്. അതൊന്നും സാരമില്ല. എൻ്റെ കുട്ടിക്കൊരു ജീവിതം ഉണ്ടായല്ലോ. ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമോ? അറിയാം, ഞാൻ പറഞ്ഞു. എന്നിട്ട്? അതൊന്നും അവൾക്ക് പ്രശ്നമല്ലെന്നാണ് പറയുന്നത്. പലവട്ടം ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. അപ്പോഴൊക്കെ സ്നേഹം കൊണ്ടെന്നെ പൂട്ടിയിടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒക്കെ സന്തോഷം തന്നെയാ. പക്ഷെ മോനെ, ഇപ്പോഴത്തെ കാലമാണ്. പെൺകുട്ടികളെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരിക്കലും മോൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റാണെന്നല്ല. ആ കുട്ടിയെ കണ്ടാലേ അറിയാം ഒരു പാവമാണെന്ന്. എങ്കിലും ഒരമ്മ എന്ന നിലയിൽ എൻ്റെ സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. നീയും അവളും തമ്മിൽ പ്രായത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നീ 2 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും അവൾക്കറിയാമെന്ന് പറയുന്നു. അപ്പോൾ അവൾ സ്നേഹിക്കുന്നത് നിന്നെ തന്നെയാണോ? അതോ നീ കെട്ടിപ്പൊക്കിയ ഈ സാമ്രാജ്യത്തെയും അതിലെ സ്വത്തുക്കളെയുമാണോ? ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വന്ന കുട്ടിയാണ്. സുഖസൗകര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ കണ്ണ് മഞ്ഞളിച്ചേക്കാം. അതുകൊണ്ടാണ് അമ്മ വീണ്ടും ചോദിക്കുന്നത്. മനുഷ്യന്മാരെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. ആകുലതയോടെ അവർ പറഞ്ഞു. ശ്രുതിയെ അറിയാത്തത് കൊണ്ട് അമ്മ ഇങ്ങനെ പറയുന്നത്. അമ്മ അവളെ നന്നായി മനസ്സിലാക്കിയ ഒരിക്കലും ഇങ്ങനെ പറയില്ല. പണം കൊണ്ട് നേടാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അത്തരത്തിലുള്ള ഒന്ന് തന്നെയാണ് ശ്രുതിയുടെ കാര്യം. പണത്തിന് ശ്രുതി ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ ആ കുട്ടി. എന്നെ വിവാഹം കഴിച്ച അവൾക്ക് മുൻപിലുള്ള മരണമാണെന്ന് പലകുറി ഞാൻ അവളോട് പറഞ്ഞു. അപ്പോഴൊക്കെ അവൾ പറയുന്നത്, എൻ്റെ ഭാര്യയായി ഒരു നിമിഷം ജീവിച്ചിട്ട് മരിച്ചാലും അത് അവൾക്ക് സന്തോഷമാണെന്നാണ്. അങ്ങനെ പറയുന്ന ഒരു പെൺകുട്ടിയോട് ഞാൻ എന്താണ് പറയുന്നത്? അമ്മ പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. അതെനിക്ക് നന്നായിട്ടറിയാം. 22 വയസ്സായ ഒരു പെൺകുട്ടിക്ക് മുതിർന്നൊരു പുരുഷനോട് തോന്നുന്ന വെറും ഒരു അഭിനിവേശം മാത്രമാണ് അവൾക്ക് എന്നോടുള്ളത് എന്ന് ആദ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അവളെക്കുറിച്ച് ആഴത്തിൽ അറിഞ്ഞപ്പോൾ ആ സംശയം എനിക്ക് പൂർണ്ണമായും മാറുകയാണ് ചെയ്തത്. ശ്രുതിയെപ്പോലെ എന്നെ സ്നേഹിക്കാൻ മറ്റാർക്കും സാധിക്കില്ല. ഇതുവരെ അമ്മയോട് പറഞ്ഞിട്ടില്ലാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ആദ്യമായിട്ടും അവസാനമായിട്ടും എൻ്റെ മനസ്സ് കീഴടക്കിയ ഒരു പെൺകുട്ടിയും ശ്രുതി മാത്രമാണ്. 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ചെങ്കിലും അവർ 2 പേരും എൻ്റെ മനസ്സിൽ ചെറിയ സ്ഥാനം പോലും നേടിയിട്ടുണ്ടായിരുന്നില്ല. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപവും വിഷമവും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു നഷ്ടബോധമോ പ്രണയമോ 2 പേരോടും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കാരണം ജീവിതം നശിച്ചു പോയ 2 പെൺകുട്ടികൾ. അതിനപ്പുറം മറ്റൊന്നും എനിക്ക് ആ കുട്ടികളോട് തോന്നിയിട്ടില്ല. പക്ഷേ ശ്രുതിയോട് അങ്ങനെയല്ല. ആദ്യം കണ്ട നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നൊരു മുഖമാണ് അവളുടെ. ആദ്യത്തെ കണ്ടുമുട്ടൽ പോലും ഒട്ടും സുഖകരമായിരുന്നില്ല. പിന്നീട് എത്രയോ വട്ടം ഞങ്ങൾ തമ്മിൽ കലഹിച്ചിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ വഴക്ക് കൂടിയിട്ടുള്ളത് ശ്രുതിയോടാണെന്ന് പറയുന്നത് സത്യം. പക്ഷേ അവളെ കണ്ട നിമിഷം മുതൽ ഒരു ദിവസം പോലും അവളെ ഓർക്കാതെ ഞാൻ ഉണരുകയോ ഉറങ്ങുകയോ ചെയ്തിട്ടില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ അത്രത്തോളം എൻ്റെ മനസ്സിൽ സ്ഥാനം നേടാൻ അവൾക്ക് സാധിച്ചു. അവളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വാചാലനായവനെ തന്നെയാണ് മല്ലിക സൂക്ഷിച്ചു നോക്കിയത്. ആദ്യമായാണ് തൻ്റെ മകനിൽ ഇത്തരമൊരു ഭാവം അവർ കാണുന്നത്. അതല്ല, ഇനി വിധി എനിക്ക് അനുകൂലമല്ലെങ്കിൽ വിവാഹശേഷം ശ്രുതിക്കു മരണമാണ് ഈശ്വരൻ വിധിക്കുന്നതെങ്കിൽ ആ വിധി ഞാനും സ്വയം തിരഞ്ഞെടുക്കും. അവസാനത്തെ അവൻ്റെ വാചകത്തിൽ മല്ലിക ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞതും അവർ കണ്ടു. അത്രത്തോളം ഹൃദയത്തിൽ തട്ടിയാണ് അവനത് സംസാരിച്ചത് എന്ന് അവർക്ക് മനസ്സിലായി.